ഒരു 3 പേരെ നഷ്ടപ്പെട്ട ഒരു വീട്ടിൽ നിന്ന് ഒരു അമ്മ വന്ന് 7ാമത്തെ ദിവസം ഡിമാൻഡ് ചെയ്തപ്പോൾ മാത്രമാണ് നമ്മുടെ ഭരണകൂടം ഉണർന്നെന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. നമ്മൾ ചോദിച്ചിട്ടുള്ള മെമ്പേഴ്സോ MLA അവര് പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? അവർ ഇന്നലെ വന്ന് പറഞ്ഞത്, ഞങ്ങളോട് പറഞ്ഞത് 5 or 6 പേരുടെ ഉണ്ടെങ്കിലേ നമുക്ക് നേവിയെ കോൺടാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെന്താ ഒരു ജീവന് വിലയില്ല? ഈ ചോദ്യങ്ങൾക്ക് സർക്കാരിനോ സർക്കാർ സംവിധാനങ്ങൾക്കോ മറുപടിയുണ്ടോ? കഴിഞ്ഞ 7 ദിവസത്തിനിടയിൽ ഒരു സർക്കാർ എന്ന നിലയിൽ മഴക്കെടുതിയിൽ വലഞ്ഞ സ്വന്തം ജനങ്ങൾക്കു വേണ്ടി VD സതീശന്റെ ടീം UDF എന്താണ് ചെയ്തത്? സ്വകാര്യ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടും ദുരന്ത നിവാരണ അതോറിറ്റി ജനങ്ങൾക്ക് മഴ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇല്ല. ദുരിതത്തിലായ ജനങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ റീൽ പ്രഹസനങ്ങൾക്കപ്പുറം ആത്മാർത്ഥതയും ഉത്തരവാദിത്വമുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു ഇല്ല. ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ, ആവശ്യത്തിന് ഭക്ഷണം വിതരണം ചെയ്യാൻ സർക്കാരിന് കഴിഞ്ഞു ഇല്ല. വിമർശിച്ചവരെ കേസും ജയിലറയും കാട്ടി ഭീഷണിപ്പെടുത്തുന്നു. മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് ഹെലികോപ്റ്റർ യാത്ര ചെയ്തത് വലിയ വിവാദമായിരുന്നു. ഇതിനുമായി ബന്ധപ്പെട്ട് വിമർശിച്ചിട്ടുള്ള പോസ്റ്റാണ് നിതിൻ സമൂഹ മാധ്യമങ്ങളിൽ ഇട്ട് ഇന്ന് രാവിലെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി മെഡിക്കൽ പൂർത്തിയാക്കി. അച്ഛനെ ചോദിച്ച മകൾക്ക് സൈബർ കോൺഗ്രസ് വക തെറിയഭിഷേകം നടക്കുമ്പോൾ ഇതേ പോലീസ് കയ്യും കെട്ടി മിണ്ടാതിരിക്കും. മുഖ്യമന്ത്രി എന്നത് ഹെലികോപ്റ്ററിൽ കറങ്ങാൻ മാത്രമുള്ള ഒരു പ്രിവിലേജ് അല്ല. നിങ്ങൾ ഒരു സംസ്ഥാനത്തിന്റെ ഭരണത്തലവനാണ്. ദുരന്തമുഖത്ത് ആ സംവിധാനത്തെ നയിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. തീന്മേശയിൽ ഇരുന്ന് ഏമ്പക്കം വിടുന്ന ഇടവേളകളിൽ ഒരു ഫോൺ കോളിൽ അവസാനിപ്പിക്കാവുന്ന ബാധ്യതയല്ല അത്. ദുരന്തബാധിതരെ തീണ്ടാപ്പാടകലെ നിന്ന് നോക്കിക്കാണുന്ന മുഖ്യമന്ത്രി, കടലിൽ പോയാൽ ആളുകളെ തിരിച്ചു കിട്ടാൻ സമയമെടുക്കുന്നു പറയുന്ന ആരോഗ്യമന്ത്രി. സാധാരണ നിങ്ങൾക്കറിയാം, ചിലപ്പോൾ കടലിലൊക്കെ പോയാൽ ചിലപ്പോൾ കിട്ടാൻ ദിവസങ്ങൾ എടുക്കാറുണ്ട് ചില സന്ദർഭങ്ങളിൽ. സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തി ആളുകളെ രക്ഷിച്ച മനുഷ്യന് അടിസ്ഥാന ആദരവ് പോലും കാണിച്ചില്ലെന്ന് നിസ്സംഗമായി പറഞ്ഞു പോകുന്ന ഒരു മന്ത്രി. ദൂര സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ എംബാം ചെയ്ത് കൊടുക്കണം എന്നാണ്. അതുപോലെ ഫ്രീസറുള്ള ഇതിൽ കൊണ്ടുപോകണമെന്നാണ് നിയമം. ഏതായാലും അവരുടെ മൃതദേഹത്തിനോട് അനാദരവ് കാണിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സ്വന്തം MLA വിളിച്ചാൽ പോലും ഫോൺ എടുക്കാനോ ആകുലതകൾ കേൾക്കാനോ സമയമില്ലാത്ത മന്ത്രിമാർ. റവന്യൂ മന്ത്രിയെ വിളിച്ചു, കിട്ടിയില്ല. മുഖ്യമന്ത്രിയും രാവിലെ പുള്ളിയുടെ നമ്പറിൽ ഞാൻ വിളിച്ചു, കിട്ടിയിട്ടില്ല. നിങ്ങൾ ആവശ്യപ്പെടാത്തത് കൊണ്ടാണ് തിരച്ചിൽ ആരംഭിക്കാത്തതെന്ന്, ലൈഫ് ജാക്കറ്റ് തന്നാൽ നിങ്ങൾ പോയി രക്ഷിച്ചേക്കണമെന്ന് ഉറ്റവരെ നഷ്ടപ്പെട്ടവരോട് നിർദാക്ഷിണ്യം മറുപടി പറയുന്നൊരു ഭരണ സംവിധാനം. ഞാൻ ഡിമാൻഡ് ചെയ്തപ്പോഴാണ് എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യാൻ തോന്നിയതെന്ന് അവർക്ക്. 2 മാസം കൊണ്ട് വെന്റിലേറ്റർ സഹായം കൊണ്ട് പോലും ജീവൻ നിലനിർത്താൻ കഴിയാത്ത വിധം നമ്മുടെ സിസ്റ്റത്തെ മാറ്റിയിരിക്കുകയാണ് ടീം UDF. എവിടെയും ഒരു കുഴപ്പവുമില്ലെന്ന മുഖ്യമന്ത്രിയുടെ നിഷേധാത്മക നിലപാട് സാധാരണ മനുഷ്യരെ അവഗണിക്കാൻ ഈ ഉദ്യോഗസ്ഥ സംവിധാനത്തിനെ കൂടുതൽ പ്രേരിപ്പിക്കുക മാത്രമേ ചെയ്യൂ. അത് ഓർത്താൽ നന്ന്.